നിലമ്പൂരിൽ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി വൈകിട്ട് 3-ന് അവസാനിക്കും. നിലമ്പൂരിലെ സ്ഥാനാർത്ഥി ചിത്രം ഇന്ന് തെളിയും. അതേസമയം ഭരണ പ്രതിപക്ഷത്തിനെതിരെ കടുത്ത ആരോപണങ്ങളുമായി അൻവർ രംഗത്ത്. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് വൈകിട്ട് 3-ന് അവസാനിക്കും. നിലവിൽ PV അൻവറിന്റെ നാടകീയ രംഗങ്ങൾ ഇന്നും ഉണ്ടാവുമോ? ഒപ്പം BJP കൺവെൻഷൻ സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യുകയാണെന്ന വിശദാംശങ്ങൾ. ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം PV അൻവർ ഭരണ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ വലിയ തരത്തിലുള്ള PV അൻവർ ഭരണ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ദിവസം തൃണമൂൽ കോൺഗ്രസിന്റെ പത്രിക തള്ളിയെങ്കിലും അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ചില തെറ്റുകൾ പത്രികയിൽ ഉണ്ടായിരുന്നു എന്ന് നേരത്തെ മനസ്സിലാക്കിയതുകൊണ്ടാണ് സ്വതന്ത്രനായി മത്സരിക്കുന്നതിന് വേണ്ടി മറ്റൊരു പത്രിക കൂടി നൽകുകയെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത്. അത് ഇന്ന് 3 മണിവരെയുള്ള സമയത്തിനുള്ളിൽ ഏതെങ്കിലും ചർച്ച നടക്കുകയാണോ അതോ അത് സ്വതന്ത്രമായി തുടരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിയും. കാരണം 1 മണിക്ക് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ടെന്ന് ഉള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. അതേസമയം UDF-ഉം LDF-ഉം വലിയ തരത്തിലുള്ള പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതാണ്. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഇപ്പോൾ വലിയ ചർച്ചയായി അവിടെ മാറുന്നത്. പ്രത്യേകിച്ചും ക്ഷേമ പെൻഷൻ ഒരു കൈക്കൂലിയായി മാറപ്പെടുന്നു എന്നായിരുന്നു KC വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറി പറഞ്ഞത്. പക്ഷേ അതിനെ എടുത്തു മാറ്റിക്കൊണ്ട് CPIM-ന് കിട്ടിയ ഒരു പിടിവള്ളി പോലെ തന്നെ അവർ അതിലേക്ക് കയറിക്കൂടിയിട്ട് വലിയ തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നു. ഈ കൈക്കൂലി ആരോപണം അത് വലുതായി ഈ മണ്ഡലത്തിൽ ചർച്ച ചെയ്ത് കൊണ്ടുപോകാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. പ്രത്യേകിച്ചും ഈ പ്രത്യേക സാഹചര്യത്തിൽ LDF-ഉം UDF-ഉം വലിയ തരത്തിലുള്ള മത്സരങ്ങളിലേക്ക് പോകുന്നത് നമുക്ക് വ്യക്തമാണ്. ഇതിൽ LDF-ഉം UDF-ഉം തമ്മിലുള്ള മത്സര ചിത്രം ഏകദേശം തെളിഞ്ഞിരിക്കുന്നു. അതേസമയം BJP ഇന്ന് മുതൽ പ്രചരണ പരിപാടികൾ ശക്തമാക്കുകയാണ്. അവർക്ക് വേണ്ടി സുരേഷ് ഗോപി MP ഒപ്പം അദ്ദേഹം മന്ത്രിയും കൂടിയാണ്. ഇദ്ദേഹം ഇന്ന് അവിടെ എത്തുന്നു. സുരേഷ് ഗോപിയാണ് അവിടുത്തെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അത് മാത്രമല്ല, കൺവെൻഷൻ ഉദ്ഘാടനം അപ്പുറത്തേക്ക് ഈ വരും ദിവസങ്ങളിലുള്ള പ്രചരണ പരിപാടികൾക്ക് മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നതും സുരേഷ് ഗോപിയാണ്. അത്തരത്തിൽ എല്ലാ ആളുകളും ഈ നിലമ്പൂരിലേക്ക് എത്തിക്കഴിയുമ്പോഴുണ്ടാകുന്ന വലിയ തരത്തിലുള്ള പ്രചരണ ചൂടിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളത് ഉറപ്പാണ്. അതേസമയം ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ഇന്നലെയൊക്കെ തന്നെ എല്ലാ നേതാക്കന്മാരും CPIM-ന് വേണ്ടിയും LDF-ന് വേണ്ടിയും പ്രവർത്തിക്കാൻ നിലമ്പൂരിലെത്തിയ നേതാക്കന്മാരെല്ലാം പ്രധാനമായും ചർച്ച ചെയ്തത് ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. കാരണം മുൻ വർഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ഒരു 5ഉം 6ഉം ഗഡുക്കൾ ബാക്കി നിൽക്കുമ്പോൾ 1-2 മാസത്തെ കുടിശ്ശിക കൊടുത്തുകൊണ്ട് അത് തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്ത ദിവസങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു തന്ത്രമാക്കി LDF ഇത് മാറ്റുന്നു എന്ന തരത്തിലേക്കായിരുന്നു KC വേണുഗോപാലിന്റെ ആരോപണം എന്നാണ് UDF നേതാക്കന്മാർ പറയുന്നത്. അതേസമയം നേരെ തിരിച്ച് LDF പറയുന്നതാകട്ടെ അങ്ങനെയല്ല, ഇത് ആളുകളെ വോട്ടർമാരെ കളിയാക്കുന്നതിന് തുല്യമായി കൈക്കൂലിക്കരയാക്കി മാറ്റാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ആരോപണവും അവിടെ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടുള്ളൊരു പോക്കാണ് ഇപ്പോൾ നിലമ്പൂരിൽ നടക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും. കാരണം ഇരു മുന്നണികൾക്കും ജയിച്ചേ മതിയാവുകയുള്ളൂ. ഇന്ന് UDF സ്ഥാനാർത്ഥി എടക്കര പഞ്ചായത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രചരണ പരിപാടികൾ ഉള്ളത്. അതുമായി മുന്നോട്ട് പോകുമ്പോൾ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ എടക്കര പഞ്ചായത്തിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഇവിടെ രാഷ്ട്രീയപരമായുള്ള വലിയ ചർച്ചകൾക്ക് അപ്പുറത്തേക്ക് എങ്ങനെയെങ്കിലും വിജയിക്കുക എന്നൊരു തന്ത്രം മെനയുകയാണ് LDF-ഉം UDF-ഉം. അതേസമയം PV അൻവർ ആകട്ടെ ഇതിനിടയിൽ നിന്നുകൊണ്ട് ഇരു മുന്നണികളെയും കർക്കശക്കാരനായി വിമർശിച്ച് മുന്നോട്ട് പോകുന്നു. അൻവർ പറയുന്ന ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇപ്പോൾ നിലവിൽ പറഞ്ഞു വരുന്നത് മുഖ്യമന്ത്രിക്കെതിരെയാണ് കടുത്ത വിമർശനങ്ങൾ അൻവർ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ UDF-നും UDF സ്ഥാനാർത്ഥിക്കുമെതിരെയായിരുന്നെങ്കിൽ അല്പം ഒന്ന് മാറ്റിയിട്ട് ഇന്നിപ്പോൾ LDF-നെതിരെ വലിയ തരത്തിലുള്ള കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ഓരോ സംഭവ വികാസങ്ങൾക്കും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് വീഴ്ചയാണ്. പ്രത്യേകിച്ചും VS അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം പറഞ്ഞിരുന്നു. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആക്കാതെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് പിണറായി വിജയനാണ് എന്ന തരത്തിലൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ
PV അൻവറിന്റെ മുന്നോട്ട് പോകും. അങ്ങനെ പലതരത്തിലും LDF-നെയും UDF-നെയും വല്ലാതെ വിഷമവൃത്തത്തിലാക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാണ് PV അൻവർ നീങ്ങുന്നത്. എന്തായാലും മത്സരത്തിന് വാശിയേറുന്നു. ഇനി ഏകദേശം 2 ആഴ്ച സമയം മാത്രമാണ് അവിടെ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകുമ്പോൾ അവിടുത്തെ നേതാക്കന്മാർക്കുള്ളത്. അതിനിടയിൽ ശക്തമായ ഒരു പ്രചരണ ചൂടിലേക്ക് നിലമ്പൂർ നീങ്ങുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ബിനോയ്, മറ്റുള്ള മുന്നണികളൊക്കെ വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ നടത്തുമ്പോൾ PV അൻവർ ഒരു തരത്തിലുള്ള പ്രചാരണ പരിപാടികളും നടത്തുന്നില്ല. കഴിഞ്ഞ ദിവസം വരെ വാർത്താ സമ്മേളനം വയ്ക്കുന്നു എന്നല്ലാതെ മറ്റൊരു തരത്തിലുള്ള പ്രചാരണ പരിപാടികളും വയ്ക്കുന്നില്ല. ഇത് ഒരു തരത്തിൽ സഹതാപ വോട്ട് പിടിക്കാനുള്ള ഒരു തന്ത്രമാണോ, അതോ എന്താണ് ഇതിന് പിന്നിൽ? ആത്യന്തികമായി നമ്മൾ പറയേണ്ട ഒരു കാര്യം, PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോഴും വിലപേശൽ തുടരുന്നു എന്നുള്ളതാണ് അതിന്റെ കൃത്യമായ കാരണം. അതായത് ഇതുവരെ UDF-ലേക്ക് ഒരു വാതിൽ തുറക്കപ്പെടും എന്ന വലിയ പ്രതീക്ഷ PV അൻവറിനുണ്ടായിരുന്നു. എന്നാൽ UDF നേതാക്കന്മാർ ഒറ്റക്കെട്ടായി PV അൻവറിനെ UDF-ലേക്ക് എടുക്കണ്ട എന്നുള്ള ഒരു തീരുമാനം സ്വീകരിച്ചതോടുകൂടി തന്നെ PV അൻവറിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മറ്റൊരു തരത്തിലേക്ക് മാറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. PV അൻവറിന്റെ പ്രതീക്ഷ ഏറ്റവും വലിയ തരത്തിൽ വോട്ട് കിട്ടുന്ന മേഖല, പോത്തുകല്ല് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, കവളപ്പാറയിൽ ഉൾപ്പെടെ പ്രകൃതിക്ഷോഭമുണ്ടായപ്പോൾ അന്ന് ഒരു വിധത്തിലുള്ള സഹായവും അന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്ന് പറയുന്ന കുറെ കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളെ വീണ്ടും ചേർത്ത് നിർത്തി ഒപ്പം മുന്നോട്ട് പോകാനുള്ള നീക്കം PV അൻവർ നടത്തുന്നുണ്ട്. മാത്രമല്ല, മലയോര കർഷകരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മലയോര കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരേറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് വന്യമൃഗ ശല്യവും കൃഷിനാശവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങളിലൊക്കെ അവർക്കൊപ്പം നിൽക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ആ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വോട്ട് പിടിച്ച് നീങ്ങാനും ശ്രമിക്കുന്നത്. എല്ലാവരുടെയും കണ്ണുകൾ ഈ മലയോര കർഷകർക്ക് മുന്നിലാണ്. കാരണം ആ മേഖലയിൽ നിന്ന് ഏകദേശം 20,000-ലധികം വോട്ട് ഉണ്ട്. ആ വോട്ടുകളിൽ പകുതിയെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ നിലമ്പൂരിൽ വിജയിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ 2 മുന്നണികൾക്കുമുണ്ട്. ഒപ്പം അൻവറിനുമുണ്ട്. അൻവറും അത്തരത്തിൽ ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം അദ്ദേഹത്തിന്റെ പ്രചരണ പരിപാടികൾ ഒന്നും തുടങ്ങിയിട്ടില്ല. പകരം ചില അടുത്ത ആളുകളെ കാണുക, അവരുമായി സംസാരിക്കുക, എന്നിട്ട് പത്രസമ്മേളനങ്ങളിൽ പങ്കെടുക്കുക, അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല. ഇതിന്റെ അർത്ഥം ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു തന്ത്രം മെനഞ്ഞുകൊണ്ട് അൻവർ മുന്നോട്ട് പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് 3 മണിയോടുകൂടി നാമനിർദ്ദേശ പത്രിക അദ്ദേഹം പിൻവലിക്കുകയാണോ, അല്ലെങ്കിൽ പിൻവലിച്ചില്ലെങ്കിൽ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നൊക്കെ ഉച്ചയ്ക്ക് ശേഷം മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. എന്തായാലും അൻവർ അവിടെ ഒരു പുതിയ തന്ത്രം മെനയുന്നു എന്നുള്ളത് ഉറപ്പാണ്. അത് LDF-നും UDF-നും അറിയാം. പരമാവധി വോട്ട് സമാഹരിക്കുന്നതിന് വേണ്ടി അൻവർ അതിന്റെ ശ്രമം നടത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ പ്രതീക്ഷ, അല്ലെങ്കിൽ വോട്ട് കിട്ടും എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് ഈ മലയോര മേഖലയിലും 2-3 പഞ്ചായത്തുകളിൽ നിന്നുമാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം 2700 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചതെങ്കിൽ പോലും ആ പിന്തുണ അദ്ദേഹത്തിന് ഇത്തവണയും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അൻവർ മത്സരത്തിൽ ഉറച്ചു നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അൻവർ പിടിക്കുന്ന വോട്ടുകൾ ആർക്കാണ്, അല്ലെങ്കിൽ ആർക്ക് നഷ്ടമുണ്ടാക്കും, അല്ലെങ്കിൽ ആർക്ക് സഹായകരമാകും എന്നുള്ളതാണ് നോക്കേണ്ടത്. കാരണം ഈ പറയുന്ന അൻവർ പ്രതീക്ഷിക്കുന്ന വോട്ടുകളിൽ നല്ലൊരു ശതമാനം UDF-നുമുണ്ട്, LDF-നുമുണ്ട്. അതേസമയം LDF-ന്റെ വോട്ടുകൾക്ക് അത് കൃത്യമായ CPM പാർട്ടി വോട്ടുകൾ അതുപോലെ കിട്ടുകയും മലയോര മേഖലയിൽ നിന്നുള്ള വോട്ടുകൾ കൂടി സഹായകരമാകുകയാണെന്നുണ്ടെങ്കിൽ വിജയിക്കും എന്നാണ് എം സ്വരാജിന്റെയും CPM-ന്റെയും പ്രതീക്ഷ. UDF ആകട്ടെ എല്ലാ മേഖലകളിൽ നിന്നുള്ള വോട്ടുകൾ ലഭ്യമാകും, അത്തരത്തിൽ വിജയിച്ച് കയറാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ UDF-ഉം പങ്കുവയ്ക്കുന്നു. ഇതിനിടയിലാണ് അൻവർ അദ്ദേഹത്തിന്റെ നാടകീയമായ നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അജ്ന.